ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫെസ്യ ലേഖനത്തിൽ നിന്ന് നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ 10 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലെ സകല 3-ാം വാക്യത്തിൽ പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഓരോ വിശ്വാസിയെയും ഓരോ ദൈവ പൈതലിനെയും ദൈവം എങ്ങനെയാ തിരഞ്ഞെടുത്തതെന്നും എങ്ങനെയാ ദത്തെടുത്തതെന്നും ആ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ നമ്മെ മുന്നറിഞ്ഞു, നമ്മെ മുൻ നിയമിച്ചു, നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകി നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം നമ്മെ വിളിച്ച് തന്റെ മക്കളാക്കി തീർത്തു. അത്രയുമാണ് നമ്മൾ 7 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചത്. 8-ാം വാക്യത്തിലെ നമ്മൾ കണ്ടത് ദൈവം തന്റെ നിത്യതയിലെ ഭാവി പദ്ധതികളെ നമ്മോട് അറിയിച്ചു. നമ്മെ വിളിച്ചു, നമ്മെ എന്ന് മാത്രമല്ല ദൈവമക്കളാക്കി തീർത്തു എന്ന് മാത്രമല്ല, തന്റെ നിത്യതയുടെ തന്റെ ദിവ്യമായ പദ്ധതിയെക്കുറിച്ച് ദൈവം നമ്മോട് അറിയിച്ചു. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്തത് ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവം നമുക്ക് സകല ജ്ഞാനത്തോടും കൂടെ സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകക്കണ്ണുകളെ പ്രകാശിപ്പിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. 9-ാം വാക്യം പറയുന്നത് അത് തന്റെ പ്രസാദത്തിന്റെ ഹിതപ്രകാരം ഒരു മർമ്മം നമ്മോട് പറഞ്ഞു എന്ന് പറയുന്നു. ആ മർമ്മം 10-ാമത്തെ വാക്യത്തിലാണ്. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. വെച്ചാൽ നമ്മെ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാണ്, നമ്മെ ദത്തെടുത്തതാണ്. അതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ സമയമായപ്പോൾ നമ്മെ വിളിച്ചു, നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ഇനി നമ്മെ ഒരു കാലസമ്പൂർണതയിലെ ആ വ്യവസ്ഥയ്ക്കായിട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് മറ്റാർക്കും മനസ്സിലാകാത്ത സംഗതികളാണ്. അത് ദൈവം തന്റെ ആത്മാവിനാൽ സകല ജ്ഞാനവും വിവേകവുമായി നമ്മോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ എന്നാണ് അവിടെ പറയുന്നത്. അത് എന്താണ്? ക്രിസ്തുവിൽ സകലവും ഒന്നായി ചേരും. നമ്മൾ റെവലേഷൻ കാണുന്ന, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും. ദൈവവും മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെ ഒരുമിച്ചതായിരിക്കുന്ന ഒരവസ്ഥയിലേക്കായിത്തീരും. നാം ക്രിസ്തുവിന്റെ മണവാട്ടിയായി യുഗായുഗം ക്രിസ്തുവിനോടുകൂടെ വസിക്കും എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. നമുക്ക് 11-ാം വാക്യം നമുക്ക് വായിക്കാം. 11-ാം വാക്യം, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന്. 11, 12 നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 10-ാം വാക്യം പറഞ്ഞു, ആ കാലസമ്പൂർണതയിൽ സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരും. അത് ആരാണ്? എല്ലാവരും എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത് 11ഉം 12ഉം വാക്യങ്ങൾ വിശ്വസിക്കുന്ന യഹൂദനെ കുറിച്ചും 13-ാമത്തെ വാക്യം വിശ്വസിക്കുന്ന ജാതികളെ കുറിച്ചും, അല്ലെ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഞങ്ങൾ നിങ്ങൾ എന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെപ്പോഴും വചനം ഇങ്ങനെ വായിച്ച് വെറുതെ പോകുന്നവരപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാകില്ല. പക്ഷെ നമ്മൾ ശരിക്കും ഡീപ്പായി അതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ എന്നൊരു പ്രയോഗം നമുക്ക് അവിടെ കാണാം. അവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏവരും, വിശ്വസിക്കുന്ന യഹൂദന്മാരും, 13-ാമത്തെ വാക്യം വിശ്വസിക്കുന്ന ജാതികളും, 14-ാമത്തെ വാക്യം പറയുമ്പോൾ നാം എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നമുക്കറിയാം നാം എല്ലാവരും എന്ന വാക്യം കാണുവാനായിട്ട് കഴിയും. ഓക്കെ,
അത് മനസ്സിൽ വെച്ച് പോകാം. അത് ചില വ്യാഖ്യാനങ്ങളാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. ഓക്കെ, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. നമുക്ക് വചനം പറയുന്നത് അളവ് എന്ന് പറയുന്നത് നമുക്ക് അളവുകൾ നമുക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നൊക്കെ പറയുന്നത് നമുക്കൊരു വലിയൊരു അവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അവകാശം പ്രാപിച്ചു, ക്രിസ്തുവിലാണ് അവകാശം പ്രാപിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അവകാശം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഹെറിറ്റൻസ്. അപ്പം ഈ അവകാശം എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിലെ പദവികളോ ഈ ലോകത്തിലെ അധികാരങ്ങളോ ഈ ലോകത്തിലെ സമ്പത്തുകളോ ഒന്നുമല്ല, ക്രിസ്തുവിലുള്ളതാണ്. അത് സ്വർഗീയമാണ്. നമ്മൾ 3-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളുടെയൊക്കെ ഉറവിടം ദൈവമാണ്. അത് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമാണ്. അതിന്റെ ആ തലമെന്ന് പറഞ്ഞ സ്വർഗീയമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഈ ലോകത്തിലെ ഒന്നുമല്ല, ദൈവികമാണ്, അല്ലെങ്കിൽ സ്വർഗീയമാണ്. അല്ലെങ്കിൽ അവനിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ആണ് നാം പ്രാപിച്ച, ക്രിസ്തു തന്നെയാണ് നമ്മുടെ അവകാശം. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ അവകാശമാണ് എന്ന് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ വാഗ്ദത്തത്തിന്റെ അവകാശമായ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ നാം ക്രിസ്തു ദൈവത്തിന്റെ അവകാശവുമാണ്, അത് ക്രിസ്തു നമ്മുടെയും അവകാശമാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം, ക്രിസ്തു നമുക്ക് അവകാശമാണ്. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് അതൊരു ന്യായാധിപതി, ജഡ്ജാണ്, അല്ലെ? ന്യായം വിധിക്കുന്നതാണ് കർത്താവ്. പക്ഷെ നമുക്കാണെങ്കിൽ അത് രക്ഷകനാണ്, നമ്മുടെ അവകാശമാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നത് മൂലം നമുക്ക് കിട്ടിയത് ക്രിസ്തുവിനെ തന്നെയാണ്. കൊലോസ്യ ലേഖനം 1:23 എങ്ങനെയാ പറയുന്നേ? ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്ന് വായിക്കാം നമുക്ക്. കൊലോസ്യർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ വെറുതെ എന്തെങ്കിലും നമുക്ക് കിട്ടിയെന്നല്ല, നമുക്ക് ക്രിസ്തുവിനെ തന്നെ കിട്ടി. ആ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 8:17 എങ്ങനെ പറയുന്നത്? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ആരാണ്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെയും അവകാശമാണ്. ആ ക്രിസ്തുവിനോട് കൂടെ നമുക്കും അവകാശം കിട്ടിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് 1 കൊരിന്ത്യർ 3:23 പറയുന്നുണ്ട്, നിങ്ങളോ ക്രിസ്തുവിനുള്ളവരെന്നാ പറയുന്നേ. അപ്പൊ എല്ലാം നമുക്കുള്ളതാണ്. വായിക്കാം 3:21. ആകയാൽ ആരും മനുഷ്യനിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുമാനോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ള, ക്രിസ്തു ദൈവത്തിനുള്ള. ക്രിസ്തു ദൈവത്തിനുള്ളവനായിരിക്കുന്നത് പോലെ നാമും ക്രിസ്തുവിനുള്ളവരാണ്. അപ്പം ക്രിസ്തുവിന് ദൈവത്തിങ്കൽ എന്തൊക്കെ ആ ഒരു അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടോ അതെല്ലാം ക്രിസ്തുവിലുള്ളവർക്കും സ്വന്തമാണ് എന്നാണ് അതിന്റെ. ഇവിടെ നമ്മൾ പറയുന്ന അവകാശവും പ്രാപിച്ചു, പാസ്റ്റ് ടെൻസ് ആയല്ലേ? അത് നമ്മൾക്ക് അവകാശം പ്രാപിച്ചു. അതുകൊണ്ടാണ് 1:15 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, നിങ്ങളുടെ എഫേസ്യരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് നിങ്ങൾ അറിയണം. കാരണം ഇത് പാസ്റ്റ് ടെൻസാ. ഇതെല്ലാം നമുക്ക് ലഭിച്ചതാണ്. അത് എഫേസോസിലെ വിശ്വാസികളോട് പറയാ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് തുറന്നേ, എത്ര വലിയ അവകാശങ്ങളാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ 2 പത്രോസിന്റെ ലേഖനത്തിലും പത്രോസ് ഇത് തന്നെയാണ് പറയുന്നത്, നമ്മൾ അവകാശം പ്രാപിച്ചവരാണ്. വായിച്ചു നോക്കാം.
2 പത്രോസ് 1:3-4 തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മൾ പിന്നെയും ചോദിക്കുക, പക്ഷെ പറയുകയാണേ, നാം ദാനം ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് നാം വിശ്വാസത്താലാണ് പ്രാപിക്കേണ്ടത്. 4-ാമത്തെ വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മൾക്ക് പാസ്റ്റ് കിട്ടിയെങ്കിലും അത് പൂർണ്ണമായി നമ്മൾക്കതായിട്ടില്ല, നാം അതിലേക്ക് പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് പത്രോസിന്റെ ലേഖനം പത്രോസിന്റെ 1-ാം ലേഖനം 4-ഉം 5-ഉം അന്നും വായിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. വായിക്കാം, ഒന്നുകൂടെ വായിച്ചു വിടാം. കാരണം നമുക്ക് അവകാശം തന്നിരിക്കുന്നെങ്കിലും അത് പൂർണ്ണമായിട്ടില്ല, അത് നമുക്ക് പൂർണ്ണമാകും. ആ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. 1-4, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്തിൽ, അവിടെ പറഞ്ഞ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ ഈ രക്ഷ എന്ന് പറയുന്ന രക്ഷയ്ക്ക് ത്രികാലങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, അത് ആദ്യത്തെ സംഭവം. നാം ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിലേക്ക് വന്നു. ഇപ്പോഴും നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി ആ രക്ഷയുടെ ഒരു പൂർത്തീകരണമുണ്ട്. നാം അത് തേജസ്കരണത്തിലേക്കായിത്തീരുമ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ആ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ നമ്മെ ദൈവം കാത്തുകൊണ്ടിരിക്കുന്നു. കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു അവകാശം പൂർണ്ണമായിട്ടില്ല, പക്ഷെ അത് പൂർണ്ണമാകും. 1:14 ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, തന്റെ സ്വജനത്തിന്റെ എഫെസ്യ ലേഖനം 1:14 തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിനും പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആ തേജസ്കരണത്തിലേക്ക് നമ്മെ ദൈവം കൊണ്ടുപോകും എന്നുള്ളതിന്റെ അച്ചാരമായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൗൺ പേയ്മെന്റ് ആയിട്ട്. ഒരു എൻഗേജ്മെന്റിന് ഒരു റിങ് ഇടുന്ന എങ്കിൽ അവിടെ ഒരു കല്യാണം ഉണ്ട് അല്ലെ, ഒരു വെഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. നമ്മെ ആ കല്യാണത്തിങ്കലേക്ക് ദൈവത്തിന്റെ ആ കാല സമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് നമ്മെ ഇപ്പോഴേ മുദ്രയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവനിൽ നാം അവകാശവും പ്രാപിച്ചു. നമുക്കറിയാം, ചില പേരൻസ് മക്കൾക്ക് അവകാശങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ എഴുതി വെക്കും അല്ലേ, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോസ് ഇടും അല്ലേ. പക്ഷെ അവർക്കത് അതിലുള്ള ആദായങ്ങളൊക്കെ എടുക്കാമെങ്കിൽ അവർക്ക് പൂർണ്ണമായും ഒരു നിശ്ചിത സമയത്തേക്ക് എടുക്കുവാൻ കഴിയുകയില്ല അല്ലേ. നമുക്കറിയാമല്ലോ, മാതാപിതാക്കൾ മക്കൾക്ക് അവകാശങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ ഒരു ക്ലോസ് വെക്കും. ഒന്നീ അവരുടെ മരണം വരെ, അല്ലെങ്കിൽ ചില ആ ഒരു കാര്യം വരെ എന്ന് പറയത്തില്ലേ. പക്ഷെ എന്ന് വെച്ചാൽ അവർക്ക് അതിനകത്ത് കയറാനൊക്കത്തില്ലോ, അതിന്റെ ആദായം എടുക്കത്തൊന്നുമല്ല. അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് ആദായം എടുക്കാം. പക്ഷെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം അവർക്ക് ലഭിക്കുന്നത് ഒരു കാലാവധിക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാലസമ്പൂർണതയിൽ കർത്താവിനോടുകൂടെ നാം വസിക്കുമ്പോൾ ക്രിസ്തുവിന് ദൈവത്തിന്റെ അടുക്കൽ എന്തൊക്കെ അവകാശമുണ്ടോ ആ പദവികളൊക്കെയും നമുക്കും ലഭിക്കും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ച് മഹത്വവും തേജസ്സുമേറിയതും
നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ദൈവം നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് നാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തീർന്നില്ല. നാം ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുകയാണ്. നമുക്കത് മനസ്സിലാകാത്തതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദൈവം കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സ്വർഗീയമായ കാര്യങ്ങളെ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ സ്വർഗീയ കാര്യങ്ങളെക്കാൾ താല്പര്യവും അതിനേക്കാൾ ആഗ്രഹവും നമുക്ക് ലോകത്തിന്റെ സംഗതികളോട് വരുന്നത്. കാരണം ഈ ലോകത്തിലെ സംഗതികള് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മായ നമ്മുടെ കണ്ണിന് ഇമ്പമായി തോന്നുന്നത് ഈ ലോകത്തിന്റെ ദൈവം നമ്മെ അതിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നാം അതിനിഷ്ടമില്ലാത്തവരായി തീരുന്നത് കൊണ്ടാണ്. നമുക്ക് ഈ ലോകത്തിലെ സംഭവങ്ങളാണ് വലുതായി തോന്നുന്നതെങ്കിൽ നമ്മുടെ ഇഷ്ടം അതിലേക്കാവുന്നത് കൊണ്ടാണ്. പക്ഷെ ദൈവം നമുക്ക് മഹത്വവും തേജസ്സുമുള്ളതായ വലിയൊരു അവകാശം വെച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണ് അങ്ങോട്ടാകുന്നു എങ്കിൽ ഈ സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് അറിയുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സും അതിനോട് ചേർന്നിരിക്കും. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മുകളിൽ സ്വർഗത്തിലുള്ളവയെ തന്നെ ഉയരത്തിലുള്ളവയെ തന്നെ കാംക്ഷിപ്പിൻ, അതിനെ തന്നെ നോക്കുവേൻ. അപ്പൊ നമുക്ക് വലിയൊരു അവകാശം ദൈവം അവിടെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ആ അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം സകല ഊർജവും എടുത്ത് നാം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവൻ മാത്രമേ ബിരുദു പ്രാപിക്കുകയുള്ളൂ. അംഗം പൊരുന്നവർ സകലത്തിലും വർജനം ആചരിക്കുന്നു, എങ്കിലും അവരെന്തിനു വേണ്ടിയിട്ടാ? അവരൊരു വാടുന്ന കിരീടം പ്രാപിക്കാൻ വേണ്ടിയാണ് ആ ഒരു അംഗം ആ സകലത്തിനും വർജനം ആചരിക്കുക. എന്ന് വെച്ചാൽ അത്ലറ്റിക്കിലൊക്കെ മീറ്റിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നവരെ, അല്ലെ ഒളിമ്പിക്സിൽ പോകുന്നവരെ, ഏതെങ്കിലും വലിയ മീറ്റുകൾക്കൊക്കെ പങ്കെടുക്കുന്നവരെ അവരെങ്ങനെയാ അവരുടെ സമയവും അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും എല്ലാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. എന്തിനാണ്? അവർ ഈ ലോകത്തിൽ കിട്ടുന്ന ഒരു വാടുന്ന കിരീടത്തിന് വേണ്ടിയാണെങ്കിൽ ഈ ലോകത്തിനപ്പുറത്ത് നമുക്കൊരു വാടാത്ത കിരീടം വച്ചിരിക്കുന്നു. നമ്മുടെ ഓട്ടം അതിലേക്ക് ആയിത്തീരണം. ആ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ നോക്കി നാം മുമ്പോട്ട് ഓടണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായി കർത്താവിനെ നോക്കി നാം മുമ്പോട്ട് ഓടിയാൽ മാത്രമേ നമുക്ക് ആ വാടാത്ത കിരീടം, നമുക്കിതെല്ലാം സ്വന്തമായി ദൈവം തന്നതാണെങ്കിലും അതിനുവേണ്ടി നമ്മെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എങ്കിലും നാം അതിന്റെ പൂർണ്ണമായ അവകാശം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ട്രാക്കിലൂടെ നാം നേരെ സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പൗലോസിനോടുകൂടെ പറയാൻ കഴിയത്തില്ല, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തിന് നീതിയുടെ കിരീടം എനിക്കായി ദൈവം വെച്ചിരിക്കുന്നു നമുക്ക് പറയണമെങ്കിൽ അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പൗലോസ് പറഞ്ഞു. മരിച്ചതിന് ശേഷം അല്ല പറഞ്ഞത്. മരിച്ചതിന് ശേഷം മറ്റുള്ളവർ പറയുകയല്ല ചെയ്യണ്ടേ, മരിക്കുന്നതിന് മുമ്പേ നമുക്കും പറയുവാനായിട്ട് കഴിയണം. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പൗലോസിനോടുകൂടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരോടുകൂടെ നമുക്കും പറയാൻ കഴിയുമെങ്കിൽ നാം ആ പാതയിലേക്ക് മുമ്പോട്ട് പോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്കൊരു അവകാശമായി വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. അപ്പം നമുക്കതൊരു സർട്ടൻ സമയത്തിന് ശേഷമായിരിക്കും നമുക്ക് അവകാശം കിട്ടുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ നമുക്ക് അവകാശവും ലഭിച്ചു. ആ വാക്യത്തിലേക്ക് പിന്നെയും പോകാം. ഞാൻ വാക്യം ചെറുതായിട്ട് അത് ഇച്ചിരി വലിയ വാക്യമായതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് പറയുന്നത്, എന്നാൽ നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി. അപ്പം തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ. അപ്പൊ നമുക്ക് ഈ അവകാശങ്ങളൊക്കെ കിട്ടുന്നത് ദൈവം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഹിതത്തിന്റെ ആലോചന പോലെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ആലോചന പോലെയാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവം നമുക്കിത് തരുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം ഇവിടെ
ഇവിടെ പറയുന്നുണ്ട് ആ നിത്യതയിൽ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്ന അങ്ങനെയാണ്. പ്രീ ഡിസ്റ്റൈൻഡ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മെ തെരഞ്ഞെടുത്തത് നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനെ അവൻ തൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പേയുള്ള വാക്യത്തിൽ പഠിച്ചാണ്. ആ സ്നേഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിലാണ് നമ്മെ മുൻ നിയമിച്ചതും ദത്തെടുത്തതും തിരഞ്ഞെടുത്തതും ഒക്കെ. അത് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ആലോചന പോലെ. അപ്പൊ നമ്മളുടെ 3 കാര്യങ്ങളാണ് കാണുന്നത്. ദൈവത്തിന്റെ മുൻ നിയമത്തിലെ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, സകലവും തന്റെ പദ്ധതി അനുസരിച്ചായിരുന്നു. മലയാളം പറയുമ്പോൾ നിർണയം എന്നാണ് പറയുന്നത്. മറ്റു ട്രാൻസ്ലേഷൻ പറയുന്നത് പദ്ധതി എന്നാണ് പറയുന്നത്. ഞാൻ മറ്റൊരു ട്രാൻസ്ലേഷനോട് വായിക്കാം. തന്റെ ഹിതം അനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച്, അപ്പൊ തന്റെ പദ്ധതി അനുസരിച്ച്, അപ്പം ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച്, ഇംഗ്ലീഷ് പറയുന്ന പർപ്പസ്, ഹി ഹാസ് എ പർപ്പസ് ആൻഡ് എ പ്ലാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പദ്ധതി തന്റെ ഹിതപ്രകാരമായിരുന്നു, ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു. അപ്പം ഒരു പദ്ധതി അനുസരിച്ചിട്ടായിരുന്നു ദൈവം ചെയ്തത്. ആ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു. മൂന്നാമത്തെ കാര്യം, ആ ഹിതപ്രകാരമുള്ള പദ്ധതി ആരാണ് ചെയ്യുന്നത്? മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ദൈവം തന്നെ ചെയ്യുന്നു. നമ്മളിവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത മറ്റേ ട്രാൻസ്ലേഷൻ പറയുന്നത് അതെ പൂർത്തിയാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം സകലവും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സകലവും പൂർത്തിയാക്കുന്നത് ആ കർത്താവിന്റെ ഹിതമനുസരിച്ചിട്ടാണ്. He works all things according to the counsel of his will. അപ്പൊ മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ചല്ല, വേറെ ആരുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവം തന്റെ ഇഷ്ടപ്രകാരം ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. ആ പദ്ധതി താൻ തന്നെ പൂർത്തീകരിക്കുന്നു. അപ്പം മനുഷ്യനെ അതിന്റെ ഇടയിൽ ആളായിട്ട് നിർത്തിയിരിക്കുക, പൂർത്തിയാക്കാനായിട്ട് മനുഷ്യനെ ഉപയോഗിക്കുന്നല്ലാതെ മനുഷ്യനാൽ അല്ലാതെ പൂർത്തിയാകുന്ന ദൈവത്താലാണ്. നമ്മുടെ പദ്ധതികളൊക്കെ എങ്ങനെയാ? നമ്മളൊരു പ്ലാൻ ഒന്ന് ആലോചിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ അതിന് മാറ്റം. നമ്മൾ ഒരു കാര്യമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒന്ന് പേപ്പറിലൊക്കെ ഒന്ന് എഴുതി വെച്ചാലേ, മനസ്സിലാണ് നമ്മൾ 100 പ്രാവശ്യം വെട്ടി കളയുമല്ലേ. പേപ്പറിൽ നമ്മളൊരു കാര്യം എഴുതിച്ചാൽ നമ്മൾ എത്ര പ്രാവശ്യം വെട്ടി കളയുമല്ലേ. പക്ഷെ ദൈവം അങ്ങനൊന്നും അല്ല. ദൈവം ഒന്ന് തീരുമാനിച്ചത് അത് അവസാനം വരെയും നിവർത്തിക്കുന്ന ദൈവമാണ്. അത് കാലങ്ങൾ കഴിഞ്ഞാലും കോടി കോടി യുഗങ്ങൾ കഴിഞ്ഞാലും ദൈവം തന്റെ ആ മനസ്സിൽ ആദികാല നിത്യതയിൽ പ്ലാൻ ഇട്ടത് അന്ത്യത്തിലും അത് നിവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള ഒരു വാക്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ ശലോമോൻ പറയുന്ന, തിരുവായ് കൊണ്ട് അരുളിച്ചതവൻ തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമാ. നമുക്കൊന്ന് വായിക്കാം. 2 പ്രാവശ്യം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 6:4 6:15. താനെ ദേവാലയം പണിത് പൂർത്തിയാക്കിയതിനു ശേഷം താൻ പറയുകയാണ്, ദാവീദിനോട് താൻ പറഞ്ഞ, തന്റെ പിതാവായ ദാവീദിനോട് പറഞ്ഞത് ആ തിരുവായ് കൊണ്ട് അരുളിച്ചത് തിരുക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ശലോമോൻ ആ ദേവാലയം പണിതത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശലോമോൻ പറഞ്ഞത് തിരുവായ് കൊണ്ട് അരുളിച്ചത് തൃക്കൈ കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നു. ശലോമോൻ അറിയാം, ശലോമോനെ കൊണ്ട് ഒന്നും പണിയാനായിട്ടൊക്കെയല്ല. വായിക്കാം. 6:4 അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ജനത്തെ അനുഗ്രഹിച്ചു പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായ് കൊണ്ട് അരുളിച്ചത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. നീ എന്റെ അപ്പനായ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനും വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ് കൊണ്ട് അരുളിച്ചത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. അപ്പം ദൈവം തന്റെ പദ്ധതി മാറ്റുന്ന പ്രശ്നമേയില്ല. അത് ആ ചില കാര്യങ്ങള് ദൈവം മാറ്റും എന്നല്ലാതെ ആദ്യകാല നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിന്റെ മനുഷ്യന്റെ രക്ഷയെ കുറിച്ചുള്ള ഒരു പദ്ധതികളും നാം
ദൈവം മാറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ദൈവം മാറ്റം പറയും. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നിവർത്തി, അത് ചില സാഹചര്യങ്ങളായിരിക്കാം, അത് ചിലപ്പോൾ നമുക്ക് ശരിയായി വരുന്ന സമയമായിരിക്കില്ല. ചില കാര്യങ്ങൾ നാം കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാറ്റിയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാറ്റുമെങ്കിൽ തന്റെ ആദ്യകാല നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്ത മനുഷ്യന്റെ രക്ഷയെ കുറിച്ചുള്ള ഒരു പദ്ധതിയും മാറ്റിയില്ല. നമുക്കറിയാം, ഒരു പ്ലാൻ മാറ്റിയതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നമ്മൾ യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിനവയിലെ ജനങ്ങള് യോനയോട് നീ പറഞ്ഞ നിനവയിൽ പോയിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു അല്ലെ, അവന് നാശം സംഭവിക്കുമെന്ന്. പക്ഷെ നിനവയിലെ ജനങ്ങളും രാജാവും കന്നുകാലികളും കൂടെ എന്ന് പറഞ്ഞേ രട്ടുടത്തെ അവര് ഉപവാസം പ്രഖ്യാപിച്ചപ്പോ ദൈവം അവരുടെ മാനസാന്തരം കണ്ടിട്ട്, അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അവർക്ക് വരുത്തുമെന്ന ആ ശിക്ഷ നടത്തിയില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം ദയയുള്ള ദൈവമാണ്, ദൈവം ദീർഘക്ഷമയുള്ള കാര്യമാണ്. പക്ഷെ രക്ഷയുടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മാറ്റുന്ന ദൈവമല്ല. എ പ്ലാൻ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെല്ലാ കാര്യത്തിലുമല്ല. ദൈവം ദീർഘക്ഷമയുള്ള കാര്യമാണ്. ഈ ലോകത്തിലെ അമ്മയപ്പന്മാർ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് നമ്മൾക്കും നല്ല ദാനങ്ങളെ തരുവാൻ ആഗ്രഹിക്കുന്നില്ലേ? ദൈവം നമ്മോട് ചിലപ്പം പറയും, നീ എന്റെ വാക്കനുസരിച്ച് നടന്നില്ലെങ്കിൽ നിനക്ക് ശിക്ഷ തന്നെ. നമ്മൾ പഴയ നിയമത്തിലെല്ലാം കാണുന്നത് അങ്ങനെയല്ലേ? പക്ഷേ നേരെ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ നമ്മുടെ അമ്മയപ്പന്മാരെക്കാളും നമ്മളെക്കാളും മനസ്സലിവുള്ള ദൈവമാ. ദൈവം കരുണ തോന്നി, കൃപ തോന്നി ചിലപ്പോൾ പ്ലാനുകൾ മാറ്റിയെന്നിരിക്കും. പക്ഷേ ദൈവം രക്ഷയെ കുറിച്ചുള്ള, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവം മാറ്റുകയില്ല. പിതാവായ ദൈവം യെശയ്യാ പുസ്തകത്തിൽ നമ്മൾ 2-3 വാക്യങ്ങൾ മുമ്പോട്ട് പറയാം. ദൈവം തന്റെ വ്യവസ്ഥകളെയും പദ്ധതികളെയും മാറ്റാത്ത ദൈവമാണ്. മനുഷ്യർ മാറ്റുന്നത് പോലെ ദൈവം മാറ്റുകയില്ല. യെശയ്യാ പുസ്തകം 46 അധ്യായം 8, 9, 10 വാക്യങ്ങൾ വായിക്കാം. ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ, ദ്രോഹികളെ ഇത് മനസ്സിലാക്കും. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവേൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നത് ഞാൻ പ്രസ്താവിക്കുന്നു. അടുത്ത, എന്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ദൈവം ആലോചിച്ചത് ദൈവം നിവർത്തിയാക്കും. 48:3 യെശയ്യാ പുസ്തകം. പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു, അത് എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ അവയെ കേൾപ്പിച്ചു, പെട്ടെന്ന് ഞാൻ അവ പ്രവർത്തിച്ചു, അവ സംഭവിച്ചുമിരിക്കുന്നു. അപ്പം ദൈവം പറഞ്ഞ കാര്യങ്ങളെ ദൈവം മാറ്റുകയില്ല. പൂർവ്വകാലത്ത് പറഞ്ഞ കാര്യങ്ങളെ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പം ദൈവം തന്റെ ആ ഇറ്റേണൽ പർപ്പസിലെ മനുഷ്യന്റെ നിത്യതയെ കുറിച്ച് പറയുന്ന പ്ലാൻ അത് തന്റെ പരിജ്ഞാനത്തിൽ പൂർത്തിയാക്കുന്നു. ദൈവം ഒരു പദ്ധതി തയ്യാറാക്കുന്നു, അത് തന്റെ പരിജ്ഞാനത്തിലാണ്. ആ പരിജ്ഞാനത്തിൽ ദൈവം അത് കാണുന്നു. മനുഷ്യൻ കാണുന്നത് പോലെയല്ല. നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി അതിന്റെ പൂർത്തീകരണമൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ? അത് കാണാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റിയൊക്കെ. പക്ഷെ ദൈവം താൻ ആദ്യകാല നിത്യത പ്ലാൻ ചെയ്തത് ഇനി അന്ത്യകാല നിത്യത സംഭവിക്കാനുള്ളത് ദൈവത്തിന് കാണുവാനായിട്ട് കഴിയും. ആ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുമെന്ന് അറിയുന്ന ദൈവം താൻ ആ പദ്ധതി പ്ലാൻ ചെയ്ത് മുഴുവൻ കണ്ടിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പം ദൈവത്തിന്റെ പ്ലാനിന്റെ പൂർത്തീകരണം ദൈവം കാണുന്നു, ദൈവം അത് നടപ്പിലാക്കുന്നു. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് ശബത്തിനെ ലംഘിച്ചിരുന്ന് പറയുന്ന യഹൂദന്മാരോട് അല്ലെ പരീശന്മാരോട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. എടുക്കണ്ട, ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. യോഹന്നാൻ 5:17 എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പം ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയും ആകാശവും ഭൂമിയും ദൈവം 6 ദിവസം കൊണ്ട് അതിന്റെ സൃഷ്ടി നടത്തി. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു എന്ന് വെച്ചാൽ നിന്നെ ദൈവത്തിന് ചെയ്യാൻ ഒന്നുമില്ലെന്ന് അതിന്റെ അർത്ഥം അല്ലേ? ആണോ? അല്ല.
ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാണ് എന്താ? തന്റെ വചനത്താൽ താൻ സൃഷ്ടിച്ചവയൊക്കെയും ദൈവം ഇന്നും അതിനെ പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ? താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും അത് നിലനിർത്തുന്നു എന്ന് വെച്ചാൽ ആകാശവും ഭൂമിയും മുഴുവൻ, സൂര്യനും ചന്ദ്രനും മുഴുവന്, അതൊന്നും മനുഷ്യനാ തെറ്റിപ്പോയിട്ടുള്ളത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രഗോളങ്ങളെയും അത് അതിൻ്റെ ആ പദത്തിൽ അത് ആക്കിയിരിക്കും, ദൈവമാക്കിയിരിക്കുന്നത് പോലെ തന്നെ ഇത് അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആ നിത്യതയിലെ പദ്ധതി അനുസരിച്ച് അതിനൊന്നും മാറ്റമില്ല. മനുഷ്യന് മാത്രം മാറ്റമുണ്ട്. അതെന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനൊരു ഫ്രീ വില്ല് കൊടുത്തേക്കുക. അതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ മാറ്റം വരുന്ന. മാറ്റമില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഫ്രീ വില്ല് തന്നില്ലായിരുന്നെങ്കിൽ നാം ദൈവത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്തേനെ. മനുഷ്യന് മാത്രമേ മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പം തന്റെ നിത്യതയിലെ ആ പ്രവൃത്തി, താൻ മുൻപേ നിത്യതയിൽ കണ്ട ആ പണി പൂർത്തിയാക്കാനായിട്ട് ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു. നമ്മെ ഓരോരുത്തരെയും ദൈവം എപ്പോഴാ തിരഞ്ഞെടുത്തത്? ആദികാല നിത്യതയിൽ, ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഓരോ ദിവസവും ദൈവം എത്രയോ പേരെയാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? തന്റെ പദ്ധതി അനുസരിച്ച് ദൈവം അന്ത്യകാലത്ത് വരെ, ആ കാല സമ്പൂർണത എത്തുന്നത് വരെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. നമ്മള് റോമലേഖനത്തിൽ കാണുന്നുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയോളം അന്നേ കർത്താവ് വരത്തുള്ളൂ. അന്ന് ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ജാതികളുടെ ആ പൂർണ്ണസംഖ്യ തികയുന്നൊരു കാലമുണ്ട്. അത് ദൈവം ആ നിത്യതയിലെ പണി ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞാൽ സോദോമിനെയും ഗൊമോറയും പോലെ ആ ദൈവം ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചില്ലേ? അതുപോലെ നമ്മയൊക്കെയും ദൈവത്തിന് നശിപ്പിക്കാമായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാമായിരുന്നു. പക്ഷേ ദൈവം തന്റെ പ്രവൃത്തിയാൽ, ഈ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഇന്നും ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിനെ ദൈവം ശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ ശേഷിപ്പുള്ള ജനതയെ ദൈവം വിളിച്ചുകൊണ്ടേയിരിക്കുക. തന്റെ നിത്യതയിൽ തന്റെ ആ പുത്രനോട് ചേരുന്നൊരു സംഖ്യയുണ്ട്. ആ സംഖ്യ ചേരുവോളം ദൈവം തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പറയുന്നത്. അഗ്നിജാലിക്കത്തുള്ള കണ്ണുള്ള ദൈവം തന്റെ മക്കളെ സൂക്ഷിക്കും. നമുക്ക് താഴെയുള്ള വാക്യം നമുക്കത് കാണുവാനായിട്ട് കഴിയും. എത്രത്തോളം ദൈവത്തിന്റെ ശക്തിയാൽ നമ്മെ സൂക്ഷിക്കുന്നു. കാരണം ദൈവം അവകാശമായി വെച്ചതാണ്. നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടതാണ്. മുദ്രയിട്ട സുരക്ഷിതമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ സുവിശദമാണ് പറയുന്നത്. ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് തന്നിട്ടുള്ളവയൊന്നും എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോകില്ല. ഈ ലോകത്തിലെ ദൈവത്തിന്റെ മക്കളെ മുഴുവൻ ദൈവം ഇപ്പോഴും ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നു. നമ്മളത് കാണുന്നില്ലെങ്കിലും ആ ദൈവം നമ്മെ അദൃശ്യ കരങ്ങളാൽ നമ്മെ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നമ്മെ പോലെ പലരും ഈ നിത്യരാജ്യത്തിലേക്ക് വരുവാൻ വേണ്ടി, നമ്മള് ചില നാട്ടിലൊക്കെ ആണെങ്കിൽ തിരക്കുള്ള ബസ്സുകളൊക്കെ വരുമ്പോഴേ നമ്മൾ പല ബസ് സ്റ്റോപ്പിലൊക്കെ കാത്തു നിൽക്കുമ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ സ്റ്റോപ്പിലും ഒന്നും നിർത്തത്തില്ല അല്ലെ? നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ നിർത്തണമെന്ന് നമുക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ വരുമ്പോൾ നമ്മളൊന്ന് കയറും, എന്തോ ഭാഗ്യവശാൽ ഒന്ന് നിർത്തി. കുറച്ച് കഴിഞ്ഞ് വേറെ എവിടെങ്കിലും പോയി ആരെങ്കിലും നിർത്താൻ പോകുമ്പോൾ, നമ്മൾ ആർക്ക് വേണമെങ്കിലും നിർത്താൻ പോകുമ്പോൾ നമ്മൾ പറയും, അവിടെ ഒന്നും നിർത്തണ്ട, എനിക്ക് പെട്ടെന്ന് പോകണം. പക്ഷെ നമ്മുടെ കാര്യം ഓർക്കുന്നില്ല. അതുപോലെ നമ്മൾ ആ സൂപ്പർ ഫാസ്റ്റ് ലൈൻ കയറി പോയതാ. അതുപോലെ പലരും വഴിയിൽ നിൽക്കുന്നുണ്ട്. ദൈവം അവരെയും കൂടി ചേർക്കുവാനായിട്ട് ദൈവം കാത്തുകൊണ്ടേയിരിക്കുക. പിതാവായ ദൈവം, നമുക്കറിയാം ആ തെറ്റിപ്പോയ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന മുടിയനായ പുത്രന്റെ കഥയല്ല, അവിടെ ഒരു സ്നേഹസമ്പന്നനായ പിതാവിന്റെ കാര്യം. അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയ പുത്രനെ കാത്തുകൊണ്ട്
ആ പുത്രന് വേണ്ടി കാത്തിരുന്ന ഒരു പിതാവ് ഇന്നും നമ്മെ കാത്തുകൊണ്ട് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന. അപ്പൊ ആ കാത്തിരിക്കുന്നത് ഓരോരുത്തരെയും ദൈവം കാത്തിരിക്കുക. ആ നിത്യതയിൽ തന്റെ പുത്രനോട് അനുരൂപമായി തീരുന്ന, തന്റെ പുത്രന്റെ സദൃശരായി തീരുന്ന ആ പുത്രനോട് കൂടെ വസിക്കാൻ പോകുന്ന ഒരു ജനതയെ മുഴുവൻ ദൈവം മുൻ കണ്ടിട്ട് അവരെ ഓരോരുത്തരെയും തന്റെ രാജ്യത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയും ചേർക്കപ്പെട്ട ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി ഭൂമിയെയും ആകാശത്തെയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയും ദൈവം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്തോത്ര പദ്ധതിയിൽ നമ്മളും ഭാഗമാകുവാൻ ദൈവത്തിന് കൃപ തോന്നിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ പറയുന്നത് പോലെ, ഞാൻ പറഞ്ഞതുപോലെ, ദൈവം നമ്മെ വിളിച്ച് നാം രക്ഷയിലേക്ക് വെറും ഒരു കാര്യമല്ല. അതിനു വേണ്ടി നമ്മുടെ രക്ഷയെ നിലനിർത്താൻ വേണ്ടി ദൈവം നമുക്കുള്ളതെല്ലാം, നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടേയിരിക്കുക. സ്വന്തം പുത്രനെ ആദരിയാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നത് അവനോടുകൂടെ സകലവും നമുക്ക് തരാതിരിക്കുമോ? അന്ത്യകാല നിത്യത്തിൽ ദൈവം പ്ലാൻ ചെയ്ത നമ്മുടെ ആ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണ പദ്ധതിക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം നമുക്ക് തരാതിരിക്കുമോ? നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വായിച്ച വാക്യം, ആ 2 വാക്യങ്ങള് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നും 11-ാം അധ്യായത്തിൽ നിന്നും 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, റോമർ 8-ന്റെ 28-29 വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ രക്ഷയ്ക്കായി നമ്മെ വിളിച്ചതാ, നമ്മെ തെരഞ്ഞെടുത്തതാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, മരണങ്ങളുണ്ടാകാം. അതെല്ലാം ദൈവം തന്നെ നിത്യകാല പദ്ധതി നമ്മെ മെനയുന്നത്. ദൈവം പരിശുദ്ധാത്മാവിലാണ് നമ്മെ മെനയുന്നത്, നമ്മെ പ്രാർത്ഥനയാലാണ് നമ്മെ മെനയുന്നത്, ദൈവം വചനത്താലാണ് നമ്മെ മെനയുന്നത്, ദൈവം കഷ്ടതയിലും നമ്മെ മെനയുന്നു. അതുകൊണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരല്ലാതെ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചു ഭരിക്കുന്നു. നാമും ആ പാതയിലേക്കാണ് പോകുന്നത്. ആ പാതയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി പിതാവായ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻകൂട്ടി മുൻ നിയമിച്ചത് നാം അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. 11-ാം അധ്യായം 33-34 വാക്യങ്ങൾ. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേ, അവന്റെ വഴികൾ എത്ര ഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാൽ, അവന് മന്ത്രിയായിരുന്നവനാൽ, അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാൽ. ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് നിനക്ക് തിരിച്ചു തരുന്നതല്ലാതെ ഞങ്ങൾക്ക് തരുവാനായിട്ട് ഒന്നുമില്ല, അല്ലേ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാവുന്നു. അവൻ എന്നേക്കും മഹത്വമാകുന്നു. നമ്മെ രക്ഷിച്ചതിന് പിമ്പ്, നമ്മെ തിരഞ്ഞെടുത്തതിന് മുമ്പ് ദൈവത്തിന്റെ ഹിതത്തിന്റെ പദ്ധതിയായിരുന്നു. അത് ദൈവം നിവർത്തിച്ചു, നമ്മെ വിളിച്ചു. നമ്മെ അന്ത്യകാലത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഫിലിപ്പിയർ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല, വായിക്കാം, ഫിലിപ്പിയർ 1-ൽ, നമ്മെ വിളിച്ച പ്രവൃത്തി ദൈവം ഇപ്പോഴും പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുന്ന പൂർത്തീകരണത്തിന്റെ പാതയിലാണ്. നാം ഓരോരുത്തരെ പറ്റിയായിരിക്കും അല്ല, കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്, ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നവർ. നമുക്കറിയാം, മലയാളത്തിൽ നമ്മുടെ മെസ്സേജുകളൊന്നും കാണുന്നവരധികമൊന്നും ഇല്ലായിരിക്കും. പക്ഷെ ചില ഇംഗ്ലീഷ് മെസ്സേജൊക്കെ ഒന്ന് കേട്ട് ലക്ഷങ്ങളാ ഒരു ദിവസമായി ചില മെസ്സേജസ് ഒക്കെ കേൾക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ പറയും മലയാളികളായി കർത്താവിനെ വിശ്വസിക്കുന്നു. അല്ല, ഇംഗ്ലീഷുകാരും ആഫ്രിക്കൻസും എല്ലാവരും ഇഷ്ടം പോലെയുണ്ട്. കാരണം അർത്ഥവത്തായ സത്യവചനം കേട്ടിട്ട് അതിനെ ഫോളോ ചെയ്യുന്നവർ അനേകരുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യൂട്യൂബ് നോക്കുമ്പോൾ നമ്മള് മറ്റുള്ള പരിപാടി, മലയാളത്തിലെ പരിപാടികളൊക്കെ എല്ലാവരും കാണുന്നത് പോലെ ഇംഗ്ലീഷിലും നല്ല മെസ്സേജ് കേൾക്കുന്നവർ ഇഷ്ടം പോലെ. ദൈവത്തെ പൂർണ്ണമായും പിന്തുടരുന്ന അനേകരുണ്ട്. ഈ കാലത്തിലും കൃപയാലുള്ള ഒരു ശേഷിപ്പൻ ഈ ലോകത്തിലും. അതിനുവേണ്ടി ദൈവം അനേകരെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഫിലിപ്പിയർ 1:4, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു ഇരിക്കുന്നു. ഇനി 2:13,
ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആ തേജസ്കരണത്തിനു വേണ്ടിയുള്ള പദ്ധതി ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദൈവവചനത്തോട് താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ദൈവിക കാര്യങ്ങളോട് താല്പര്യമുണ്ട്. ദൈവത്തിന് നമ്മളിലൊരു പദ്ധതിയുണ്ട്. നാം നമ്മെ തന്നെ അവൈലബിൾ ആക്കി കൊടുത്ത മാത്രമേ ഉള്ളൂ. ദൈവത്തിന് നമ്മുടെ സമയം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ അവൈലബിൾ ആക്കി കൊടുത്താൽ മാത്രം മതി. ദൈവം ഏത് സമയത്തും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മുമ്പോട്ട് പോകാൻ നമുക്ക്. അപ്പം തന്റെ ആദ്യകാല നിത്യതയിലെ പദ്ധതി അനുസരിച്ച് ദൈവം അത് നമ്മെ തിരഞ്ഞെടുത്തു. അതിന്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കുന്നു. ആ പദ്ധതി എന്താണെന്നാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതായത് ക്രിസ്തുവിൽ, എഫേസ്യ ലേഖനം 1:12 നമ്മൾ അടുത്ത വാക്യം പറഞ്ഞിട്ടല്ലേ, ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞു 11-ാമത്തെ വാക്യവും 12-ാം വാക്യം വിശ്വസിക്കുന്ന യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇംഗ്ലീഷിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വി ഹൂ ഫസ്റ്റ് ട്രസ്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ ശരിക്കും നമ്മുടെ പറയുന്നത് ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിൽ പറയുന്നത്, സത്യവേദ പുസ്തകത്തിൽ പറയുന്നത്. പക്ഷെ POC ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ചവരായ നാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ 11ഉം 12ഉം യഹൂദന്മാരെ കുറിച്ചൊന്നല്ല, വിശ്വാസികളായ യഹൂദന്മാരെ കുറിച്ചും ജാതികളായ വിശ്വാസികളെ കുറിച്ച് 13-ാം വാക്യം 14-ാം വാക്യം അവര് രണ്ടും ഒരുമിച്ച് നമ്മൾ 2-ാം അധ്യായത്തിൽ പറയുന്ന ഇരുപക്ഷത്തെയും ദൂരത്തായിരുന്ന നിങ്ങളും സമീപസ്ഥരായിരുന്നവരും ഞങ്ങളും സമീപസ്ഥരായിരുന്നു. അപ്പം ദൂരസ്ഥരായിരുന്നു പറയുന്നത് യഹൂദന്മാരെ കുറിച്ച്, ജാതികളെ കുറിച്ച്, സമീപത്തുള്ളവർ എന്ന് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചോ പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട് ഇരുപക്ഷത്തെയും നമ്മൾ ഒരേ എന്നല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്, നമ്മൾ ഒരേ ശരീരമാക്കി തീർക്കാൻ, ഒരേ പുതുമനുഷ്യനായി തീർക്കാൻ എന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ദൈവം മുൻനിയമിച്ചത് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാണ്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ വെച്ചവര്. ഇവിടെ നമ്മൾ മലയാളം പറയുന്നത് ക്രിസ്തുവിൽ ആശ വെച്ചവരെന്നാ പറയുന്നത്. പക്ഷെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ വെച്ചവർ എന്ന് വെച്ചാൽ, ആദ്യമായി എന്നു പൗലോസ് അങ്ങനെ പറയുമ്പോൾ യഹൂദന്മാരിലേക്കാ ദൈവം ആദ്യമായി വന്നത് അല്ലെ. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ആദ്യം യഹൂദന്മാരിലേക്കാ വന്നത്. അതിൽ താനും ഉൾപ്പെടുന്നു. അത് യഹൂദന്മാരാണ് ദൈവത്തിൽ ആദ്യം വിശ്വസിച്ചല്ലേ. തന്റെ ശിഷ്യന്മാർ യഹൂദന്മാരായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 9 വരെയുള്ള ആ അധ്യായങ്ങളിൽ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ യഹൂദന്മാരോടായിരുന്നു സുവിശേഷം അറിയിച്ചത്. അനേകർ ദൈവത്തെങ്കിലേക്ക് വന്നു. നമ്മൾ പറയുമ്പോൾ ആദ്യം ഒരു 3000 പേർ, ഒരു 5000 പേർ, പിന്നെ എണ്ണിക്കൂടാത്ത ആളുകൾ സഭയോട് ചേർന്നെന്നാ പറയുന്നത്. അപ്പൊ 1000 അല്ല, 10000 അല്ല, അനേകം ആളുകൾ ചേർന്നു എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാരായിരുന്നു ചേർന്നത്. അതിൻ്റെ ഇടയിൽ ജാതികളും കാണുമായിരിക്കാം. പക്ഷെ കർത്താവിന്റെ ശിഷ്യന്മാർ ജാതികളിലേക്ക് വന്നത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. കൊർന്നല്യോസിന്റെ വീട്ടില് കൊർന്നല്യോസിന്റെ കുടുംബവും അവിടെ ഉണ്ടായിരുന്ന ജാതികളുമാണ് ആ കർത്താവിങ്കിലേക്ക് വന്നത്. പത്രോസൊക്കെ ആദ്യം യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ച 10-ാം അധ്യായം മുതലാണ് ജാതികളിലേക്ക് തീർന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ യഹൂദന്മാരാണ് ആദ്യമായി ക്രിസ്തുവിൽ വിശ്വസിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഭൂരിപക്ഷം പേരും തിരസ്കരിച്ചെങ്കിലും അനേക യഹൂദന്മാർ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് കാരണമായിട്ടുള്ളൂ. കർത്താവ് വീണ്ടും വരുമ്പോൾ അവരൊക്കെയും വീണ്ടും ദൈവത്തല്ല, യഹൂദന്മാർ മുഴുവനായും അവർ പേരുപേരായി കുലമായി ഓരോരുത്തരായി ദൈവത്തിലേക്ക് വരുമെന്നാ പറയുന്നല്ലേ. അത് കൂട്ടമായിട്ടല്ല വരുന്നത്. കാരണം യഹൂദരെ തെരഞ്ഞെടുക്കാൻ ദൈവം വന്നെങ്കിലും കൂട്ടമായിട്ടല്ല വരുന്നത്. അവര് ഓരോരുത്തരായി വരുമെന്നാണ് സെക്രിയാവിന്റെ പുസ്തകം വായിക്കുന്നത്. നമുക്കൊന്നുകൂടെ വായിക്കാം. കഴിഞ്ഞ കുറെ ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണല്ലോ, അത് എനിക്കൊന്നും ഗലാത്യലേഖനത്തിൽ വായിച്ചതാണെന്ന് തോന്നുന്നു. സെക്രിയാവിന്റെ പുസ്തകം 12-ന്റെ 10-ാം അധ്യായത്തിലേക്ക് 12-ന്റെ 10 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകാം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും.
തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമേയ് കുലത്തിന്റെ, അങ്ങനെ എല്ലാവരും. അല്ല, 14-ാമത്തെ വാക്യം പറയുന്നു, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. അപ്പൊ ഓരോരുത്തരും കുത്തിയങ്കവൽ, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കുന്ന ക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദന്മാരാണ് അവനിലേക്ക് നോക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പറയാൻ കഴിയും, അങ്ങനെ ഇസ്രയേൽ മുഴുവനും, നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നുണ്ട്, അങ്ങനെ ഇസ്രയേൽ മുഴുവനും വിടുവിക്കപ്പെടുമെന്ന് കാണുന്നുണ്ട്. അപ്പം ആ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആ പദ്ധതിയിൽ യഹൂദന്മാരും ഉണ്ട്, ജാതികളുമുണ്ട്. അപ്പൊ ആദ്യമായി യഹൂദനെ കാണവേ കർത്താവായ യേശു ക്രിസ്തു വന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് തന്നെ ആദ്യം യഹൂദന്മാരാണെങ്കിലും അവരിൽ എല്ലാവരും, കുറച്ചുപേരെ വിശ്വസിച്ചെങ്കിലും അവരെല്ലാവരും ദൈവത്തിങ്കിലേക്ക് വരുന്നൊരു സമയമുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരായി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് അന്നെ. അപ്പൊ അവിടെ നമ്മുടെ ആ വീണ്ടെടുപ്പിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുകഴ്ചയാണ്. കാരണം ആരും പ്രശംസിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. മനുഷ്യന്റെ പ്രവൃത്തികളാൽ ആർക്കും ഒരു രക്ഷയും വരികയില്ല. നമ്മള് 1 കൊരിന്ത്യരെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് 2-ാം അധ്യായം, കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ കൃപയാൽ അത്രയാകുന്നു. ആരും പ്രശംസിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. ആരും പ്രശംസിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. 1 കൊരിന്ത്യ ലേഖനം നമ്മൾ പല പ്രാവശ്യം വായിക്കുന്ന വാക്കുകളാണ്. കാരണം ഓരോ ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ ഇടയായി തീരരുത്. കാരണം അതുകൊണ്ടാണ് ദൈവം ബലഹീനതിനെയും കുലഹീനമായതിനെയും നികൃഷ്ടമായതിനെയും തിരഞ്ഞെടുത്ത്, ഏതുമില്ലാത്തതിനെയും എല്ലാം ദൈവം തിരഞ്ഞെടുത്ത്. ആരും തന്നിൽ പ്രശംസിക്കാതിരിക്കുന്നത് തന്നെ. അപ്പൊ ആ പ്രശംസിക്കാൻ ദൈവം ആർക്കും അവസരം കൊടുക്കുന്നില്ല. സകലവും ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാണ് ആയിട്ടാണ് തീരുന്നത്. കാരണം ആദികാല നിത്യതയിൽ ദൈവമാണിത് പദ്ധതി ചെയ്തത്. അത് തന്റെ ഇഷ്ടം പോലെ ആയിരുന്നു. ആ തന്റെ ഇഷ്ടം നിവർത്തിക്കാനായിട്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനിലൂടെ നമ്മെ വീണ്ടെടുത്തു. ആ പുത്രൻ അതിന്റെ വില കൊടുത്തു. പുത്രന്റെ അവനിൽ നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് മനുഷ്യവർഗത്തിനെ സാധിപ്പിച്ചു. ആ ഒരിക്കലായി ചെയ്ത യാഗത്താൽ സാധിപ്പിച്ചു. ഇന്നും ആ യാഗത്താലെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഓരോരുത്തരെയും ദൈവത്തിങ്കിലേക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ സകലവും മുമ്പേ പറഞ്ഞതുപോലെ സകലവും അവനിൽ നിന്നും അവങ്കിലേക്കും അവനാലും ആവുന്നു. അവനും മഹത്വം എന്നേക്കും മഹത്വം അവൻ. കാരണം ദൈവം സകലവും ചെയ്ത് തന്റെ ഹിതപ്രകാരമാണ്, തന്റെ നമ്മളുടെ ഇഷ്ടത്താലല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം അവനെ തിരഞ്ഞെടുത്താൽ അവൻ നമ്മെ തിരഞ്ഞെടുത്ത് നല്ല ഫലം കായ്ക്കേണ്ടതിനാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ഇഷ്ടത്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയില്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അത് ഒരു പ്രവൃത്തികളും നമ്മുടെ കാരണമല്ല. നാം എന്ത് ചെയ്തത് കൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൽ നമ്മെ അവൻ മുമ്പേ നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നാമും സ്നേഹിക്കുന്നു പറയുന്നുണ്ടല്ലേ. നാം സ്നേഹിക്കുന്ന മുമ്പിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ദൈവം എത്രത്തോളം ആ ഒരു പദ്ധതി നിറവാക്കാൻ വേണ്ടി എത്രത്തോളം പ്രവർത്തിച്ചു. ഇന്നും ദൈവം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് 13ഉം 14ഉം വാക്യങ്ങളിലേക്ക് പോകാം. അറിയത്തില്ല, തിയറി 3 എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് 13ഉം 14ഉം വാക്യങ്ങളിലേക്ക് പോകാം. 13ഉം 14ഉം അവനിൽ നിങ്ങൾക്കും, മനസ്സിലായോ? അതുവരെ എന്താ പറഞ്ഞ, ഞങ്ങൾക്കും എന്നല്ലേ പറഞ്ഞ, അവനിൽ നിങ്ങൾക്കും ജാതികളായ നിങ്ങൾക്കും, നിങ്ങളുടെ എഫെസോസിലെ
വിശ്വാസികളൊക്കെ ജാതികളിൽ നിന്ന് വന്നവരായിരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, സകലവും ദൈവത്തിന്റെ മഹത്വത്തിനാണ്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വീണ്ടെടുപ്പിൻ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അവൻ ജാതികളിൽ നിന്ന് ക്രിസ്തുവിങ്കിലേക്ക് വന്നവരെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. അപ്പം 12-ാം വാക്യത്തിൽ യഹൂദന്മാരെ കുറിച്ചാണ് ഇത്. 13 ജാതികളെ കുറിച്ചും 14-ാം വാക്യം ഒന്നിച്ച് അവിടെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, യഹൂദന്മാര് അവർക്ക് ദൈവത്തിന്റെ എല്ലാ പ്രമാണങ്ങളും ലഭിച്ചവരല്ലേ. ജാതികളെ നോക്കുമ്പോൾ അവർക്ക് രക്ഷയ്ക്ക് ഉതകാകുന്ന, ദൈവത്തിങ്ങനെ രക്ഷയിലേക്ക് വരാമാകുന്ന ഒരു നിയമങ്ങളും പ്രമാണങ്ങളും ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. നമ്മൾ റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോഴേ അവിടെ പറയുന്നത്, യഹൂദന്മാരുടെ വാഗ്ദത്തങ്ങളും പദവികളുമാണ് പറയുന്നത്. അവർ ഇസ്രായേലിയർ, പുത്രത്വവും, റോമാലേഖനം 9-ന്റെ 4-5 വാക്യങ്ങൾ, അവർ ഇസ്രായേലിയർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. അപ്പം അവർക്ക്, യഹൂദന്മാർക്ക് എല്ലാ നിയമങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ജാതികൾക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് 2-ാം അധ്യായം എഫെസ്യ ലേഖനം 2:11 വാക്യം ഇങ്ങനെ പറയുന്നു, 2:11, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരെ അഗ്രചർമ്മക്കാരെന്ന് വിളിച്ചത്. കാരണം ആ ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അത് ആ ബാഹ്യമായ ഒരു പരിച്ഛേദനയെ, അവര് ജഡപ്രകാരമുള്ള ഒരു പരിച്ഛേദനയാ ഏറ്റത്. അവര് പരിച്ഛേദനക്കാര് ജാതികളെ എങ്ങനെയാ വിളിച്ചിരുന്നത്? അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ചിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. കാരണം അവർക്ക് ക്രിസ്തു ഉണ്ട്, ജാതികൾക്ക് ക്രിസ്തു ഇല്ല. ഇസ്രായേൽ പരതയോട് സംബന്ധമില്ലാത്തവരാ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരാ, പ്രത്യാശയില്ല. കാരണം അവർക്ക് രക്ഷയ്ക്കുതാകുന്ന ഒന്നും അവർക്കില്ലായിരുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് മാത്രമേ ദൈവം ഉള്ളായിരുന്നു, ജാതികൾക്ക് മരവും കല്ലും ഒക്കെ ആയിരുന്നു അവർക്ക് ദൈവന്മാർ. അപ്പം എന്ന് ഓർത്തുകൊള്ളുവേൻ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പം ജാതികൾക്കൊന്നുമില്ലായിരുന്നു. അങ്ങ് ജാതികൾ ക്രിസ്തുവിനേക്ക് വന്നു. അവനിൽ നിങ്ങൾക്കും, അതല്ലേ പറയുന്നേ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമാണ് സത്യവചനം. കാരണം ഒന്നിനും യോഗ്യതയില്ലാത്തവരായിരുന്നു നമ്മള്. അപ്പൊ നമ്മള് പറയും നമ്മള് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചവരാണെന്ന്. പക്ഷെ പശ്ചാത്തലത്തിൽ ജനിച്ചവരാണെന്ന് യഹൂദന്മാരൊന്നും അല്ലായിരുന്നു. നമ്മളും ജാതികളായിരുന്നു. ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്തവരെ മുഴുവനും ജാതികളെന്നാ വിളിക്കുന്നത്. അപ്പം നമ്മളും അവരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. അപ്പൊ എന്നാൽ ഇപ്പോൾ ആ യഹൂദന്മാരെ പോലെ തന്നെ ആ ജാതികളിലുള്ളവർക്കും ദൈവഭവനത്തിലെ അംഗങ്ങളാകുവാനായിട്ട് ദൈവം ആ ഒരു അവസരം കൊടുത്തു, ദൈവ അവകാശം കൊടുത്തു. നമ്മൾ എഫേസ്യ ലേഖനം 4 ഈ ലേഖനത്തിൽ മുഴുവൻ നമുക്കത് കാണാം. നമുക്ക് 3-ാം അധ്യായത്തിലും കാണുവാനായിട്ട് കഴിയും, 3-ന്റെ 5-6 നമുക്ക് കാണുവാൻ കഴിയും. വാഗ്ദത്ത പ്രകാരം യഹൂദന്മാരായ വിശ്വാസികളും ജാതികളിൽ നിന്ന വിശ്വാസികളും ഒരുമിച്ച് ക്രിസ്തുവിൽ ഒരേ ശരീരമായി തീരുമെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു പോകാൻ. ഞാൻ മുമ്പേ വായിച്ചിട്ടുള്ളതാണ് 3-ന്റെ 5. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അത് മനുഷ്യർക്ക് അറിവായിരുന്നില്ല, അത് മറഞ്ഞിരുന്നതായിരുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികൾ. കാരണം അവർക്ക് രക്ഷയ്ക്കുതന്ന് അവർക്കൊന്നുമില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചപ്പോ ക്രിസ്തു രക്ഷകനായി തീർന്നു. ആ യഹൂദന്മാർ വിശ്വസിച്ചുകൊണ്ടിരുന്ന തങ്ങൾക്ക് വേണ്ടി ഒരു മശിക വരുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ മശിക നമ്മൾക്കും രക്ഷകനായി തീർന്നു. അപ്പൊ അവിടെ അവനിൽ ജാതികളായ വിശ്വാസികൾ എന്താ ചെയ്ത? സത്യവചനം കേട്ടു, വിശ്വസിച്ച്. ഇംഗ്ലീഷിൽ പറയുന്ന ട്രസ്റ്റഡ്, ഹേർഡ് ആൻഡ് ബിലീവ്ഡ്. കാരണം അവർക്ക് രക്ഷയ്ക്ക് തോന്നുന്നു അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ അവര് ദൈവവചനം കേട്ടു, വിശ്വസിച്ചു.
രക്ഷ എന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ളതാണ്. നമ്മള് പരമാധികാരത്തിലുള്ളതാണെങ്കിലും മനുഷ്യന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ പഠിച്ചതാണ്, ആദ്യത്തെ വചനങ്ങൾ നാം പഠിച്ചതാണ്. അപ്പൊ അവരുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം ജാതികൾ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. സുവിശേഷം എന്ന സത്യവചനം അവര് എഫേസോസിലെ ജനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഇപ്പൊ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ആ സുവിശേഷം എന്ന സത്യവചനം നാം കേട്ടു, ആ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടു. അപ്പം സുവിശേഷം എന്ന സത്യവചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടാണ് രക്ഷയിലേക്ക് വരുന്നത്. സുവിശേഷത്താൽ അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. ചിലർ വിചാരിക്കും സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടും. ഒരിക്കലുമില്ല. സാക്ഷ്യത്താൽ ചിലപ്പം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ, ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി തീർന്നെന്ന് പറഞ്ഞതുപോലെ ചിലപ്പം സാക്ഷ്യം ക്രിസ്തുവിലേക്ക് നടത്താൻ ഒരു ശിശുപാലകനായി തീർന്നെന്നിരിക്കാം. പക്ഷെ അതൊന്നുമല്ല, ദൈവത്തിന്റെ വചനത്താലാണ് ഓരോരുത്തരും വീണ്ടും ജനിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1:18, നാം അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. വചനം കേട്ടവർക്ക് മാത്രമേ വിശ്വസിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മള് ചിലപ്പോഴൊക്കെ ചിലവര് പറയുന്നത് കേട്ടു, നമ്മുടെ വചനത്തിലില്ലാത്തൊരു വാക്യമാണ്, വചനമാണ് പറയുന്നത്, ഒരു സാക്ഷി അനേക സാക്ഷ്യങ്ങളെ ഒഴിവാക്കും. വെറുതെയാണ്. അത് ചിലപ്പം ക്രിസ്തുവിലേക്ക് നടത്തുവാനായി തീരുമെന്നല്ലാതെ, ചിലപ്പം സാക്ഷ്യം കേട്ടുമ്പോൾ ചിലവരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പറയുന്നിട്ട് പറയാൻ തോന്നുമായിരിക്കും. അതല്ലാതെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ അത് യോഗ്യമായതല്ല. ദൈവത്തിന്റെ വചനത്താലാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. റോമാലേഖനം അങ്ങനെയല്ലേ പറയുന്നത്. അത് മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് ഇവിടെ നിർത്താം. റോമാലേഖനം 10:9, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. 10:17 പറഞ്ഞു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ നാം ഓരോരുത്തരും ആ സത്യവചനം എന്ന ആ സുവിശേഷം എന്ന സത്യവചനം കേട്ടു. യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. ആ വചനമായിരുന്നു, ആദിയിൽ വചനമായിരുന്നവൻ, ആ വചനം ദൈവമായിരുന്നു. ആ ദൈവം, യോഹന്നാൻ സുവിശേഷം 1:10, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനമായിരുന്നവൻ നമ്മിലേക്ക് വന്നു. ആ സുവിശേഷമാണ് നാം കേട്ടത്. ആ സുവിശേഷം കേട്ടവരെല്ലാം വിശ്വസിച്ചു. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്, ആ സുവിശേഷം വിശ്വസിച്ചവരിൽ അപ്പോൾ തന്നെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങും എത്തത്തില്ല. അപ്പൊ ആ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അത് എങ്ങനെയായിരുന്നു? ആദ്യകാല നിത്യതയിൽ തന്റെ പദ്ധതി പ്രകാരമാണ്. ആ പദ്ധതി എന്ന് പറയുന്നത് തന്റെ ഹിതത്താലായിരുന്നു, തന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. ആ തന്റെ ഇഷ്ടം നിവർത്തിച്ചത് ദൈവം തന്നെ ചെയ്തു, ദൈവം തന്നെ പൂർത്തിയാക്കി. അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിന്റെ കൃപാ മഹത്വത്തിന് വേണ്ടിയായിരുന്നു, ദൈവത്തിന്റെ മഹത്വത്തിനായിരുന്നു. സകലോ അവനിൽ നിന്നും അവങ്കിലേക്കും അവനാലുമാകുന്നു, അവന് എന്നേക്കും മഹത്വം. അവൻ ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൃപയാൽ അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്. ആരുടെയും പ്രവൃത്തികൾ രക്ഷയ്ക്ക് ഉതകുന്നില്ല. ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചതാണ്. ദൈവം നമ്മെ ആദ്യകാല നിത്യതയിൽ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ മുൻ നിയമിച്ചു, നമ്മെ മുൻ അറിഞ്ഞു, മുൻ നിയമിച്ചു, നമ്മെ ദത്തെടുത്തു. ദൈവത്തിന്റെ പുത്രന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. അതിക്രമങ്ങളുടെ മോചനം തന്നു, നമ്മെ മക്കളാക്കി തീർത്തു. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു. സകലവും ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തന്നെ. ഓക്കെ, നമുക്ക് ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.